ഹായ് ഫ്രണ്ട്സ്, മഴക്കാലമായി. നമ്മുടെ അടീനിയൊക്കെ മഴ കൊള്ളാതെ മാറ്റി വയ്ക്കേണ്ട സമയമാണിത്. അപ്പോൾ നമ്മുടെ അടീനത്തിൽ ഇപ്പോൾ പൂവില്ല, പക്ഷേ പെട്ടെന്ന് പൂക്കാനുള്ള ഒരു ട്രിക്കുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇത് ഈ വളം പ്രയോഗിച്ചിട്ട് 15 ദിവസം ആയി കഴിഞ്ഞപ്പോൾ മുട്ട ഉണ്ടായിരിക്കുന്നത് കണ്ടോ. എല്ലാ ചാകകളിലും മുട്ടുണ്ട്. 2-3-4 പോട്ടിലെ ചെടികളിലും മുട്ട ഉണ്ടായിട്ടുണ്ട് കേട്ടോ. 1-2 മാത്രമേ മുട്ട ഉണ്ടാകാതുള്ളൂ. ഇതിലുണ്ട്. ഇതിൽ മുട്ട കുറച്ചുകൂടെ ചെറുതാണ്, ഉണ്ടായി വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. ഇതിലുമുണ്ട്. ഇതൊക്കെ ഹൈബ്രിഡാണ് കേട്ടോ, നാടനല്ല, ഹൈബ്രിഡാണ്. അപ്പോൾ എല്ലാ കാലത്തും നമുക്ക് പൂവുണ്ടാകും. നമുക്ക് എന്ത് പറഞ്ഞാലും ചെടികളുണ്ടെങ്കിൽ അതിലെല്ലാം പൂക്കൾ കാണുന്നതല്ലേ എപ്പോഴും സന്തോഷം. പൂക്കളുള്ള ചെടികളെല്ലാം പൂക്കൾ കാണണം അല്ലേ. അപ്പോഴാണ് നമുക്ക് നമുക്കൊരു സന്തോഷവും ഒരു സാറ്റിസ്ഫാക്ഷനൊക്കെ തോന്നുക. അപ്പോൾ എങ്ങനെയാണ് ഈ വളം തയ്യാറാക്കുന്നത്? അതാണ് ഇപ്പോൾ ഇതിനകത്ത് ഒന്നിലും ഒരു മൊട്ട് പോലും ഇല്ല. കോഡക്സൊക്കെ നന്നായിട്ട് വളർന്ന് വന്നിട്ടുണ്ട്, വലുതായിട്ടുണ്ട്. ഇത് ഓൺലൈനായിട്ട് വാങ്ങിയതാണ്. ഇതിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് നട്ടതെന്നൊക്കെ ഉള്ളത് അത് നിങ്ങൾ വേണ്ടവരെ കയറി കാണണം. ഞാൻ ലിങ്ക് കൊടുക്കാം. നന്നായിട്ട് വളർന്നിട്ടുണ്ട് കേട്ടോ. നല്ല തൈയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഓൺലൈൻ പ്ലാന്റ് വാങ്ങിയത് തന്നെ. അപ്പോൾ ഇതിനകത്ത് 1-2 കൂമ്പുകൾ നശിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്ന് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ ഇതിൽ ഏതാണ്ട് ഒരു സംഭവം നടന്നിട്ടെന്ന് എനിക്ക് മനസ്സിലായി. സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് ഇവനെ കണ്ടുപിടിച്ചത് കേട്ടോ. ഇവൻ നമ്മുടെ അടീനത്തിൻ്റെ കൂമ്പൊക്കെ തിന്ന് നശിപ്പിക്കുകയാണ്. അപ്പം നമുക്ക് ഒരു 15 ദിവസം കൂടുമ്പോഴൊക്കെ സാഫ് അടിച്ചു കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഇവനെ നമുക്ക് എന്താ പറയുക, കൊന്നുകളഞ്ഞേ പറ്റും. നമുക്ക് കൊല്ലാൻ ഇഷ്ടമില്ലെങ്കിലും ഇവനെ കൊന്നില്ലെങ്കിൽ നമ്മുടെ ചെടികൾ അപ്പാടെ തിന്ന് തീർക്കും. ഇത് കണ്ടോട്ടോ. എത്ര പെട്ടെന്നാണ്, ഒറ്റ രാത്രി കൊണ്ടാണ് ഇങ്ങനെയാക്കിയത് ഈ പ്ലാന്റ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ വളം. ഇത് കുറച്ച് വീതം ഇട്ട് കൊടുക്കുകയാണ്. അറിയാമല്ലോ, വളം ഇടുന്നതിന് മുമ്പ് നമ്മൾ എന്തെങ്കിലും കളയുണ്ടെങ്കിൽ പറിച്ച് കളയണം. അതുപോലെ തന്നെ അതിൻ്റെ ചുവടൊക്കെ ഒന്ന് ഇളക്കിയിട്ട് വേണം ഇതിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം ചുവടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ചൂട്ടിൽ നിന്ന് അല്പം ഒന്ന് മാറ്റിയിട്ട് ഒരു 2 സ്പൂൺ വീതമൊക്കെ ഓരോന്നിന് ചൂട്ടിലിട്ട് കൊടുക്കാം. ചെടിയുടെ പ്രായം അനുസരിച്ച് അളവിൽ മാറ്റം വരുത്തണം. ഇത് അത്യാവശ്യം ഇപ്പോൾ ഒരു ഇയർ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് കുഴപ്പമില്ല. അപ്പോൾ എല്ലാത്തിനും നമ്മൾ ഈ വളം അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര നാളും എൻ്റെ ചാനലിന് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും നന്ദി അറിയിക്കുകയാണ്. ഇത് ഇനിയും സബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാത്തിനും വളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അറിയാമല്ലോ, നമ്മൾ നട്ട് കഴിഞ്ഞാൽ വളം ഇട്ട് കഴിഞ്ഞാൽ എല്ലാ പ്ലാന്റിനും നമ്മൾ നന്നായിട്ട് നനച്ചു കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റുകളായിട്ട് അറിയിക്കണേ. അപ്പോൾ എല്ലാം നനച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ ആദ്യം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ട്രേ ആണ്. ഒരു ട്രേയിലേക്ക് പിന്നെ നമുക്ക് അറിയാമല്ലോ അത് ഇളക്കാനുള്ള അപ്പോൾ ആദ്യം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എപ്സം സോൾട്ടാണ്. ഒരു ടേബിൾ സ്പൂൺ എപ്സം സോൾട്ട് വേണം. അത് ഒരു പഞ്ചസാര തരി പോലെ ഇരിക്കും, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ചെറിയ സ്പൂണായതുകൊണ്ട് ഞാൻ ഇത് 2-3 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇതിനകത്തൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് ഡാപ്പാണ്, DAP, ഡി അമോണിയം ഫോസ്ഫേറ്റ്. അപ്പോൾ അത് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണാണ് വേണ്ടത്. അപ്പോൾ അതനുസരിച്ച് ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിതിനകത്ത് ഇത്തിരി എല്ലുപൊടി, ബോൺ മീൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെന്താ പറയുക, ഒരു പിടിയൊക്കെ മതി കേട്ടോ. പിന്നെ 1-2 സാധനങ്ങൾ നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. ഇത് നമ്മുടെ നമ്മൾ വീട്ടിൽ പൊടിച്ച് വെച്ചിരിക്കുന്ന മുട്ടത്തോടാണ്. മുട്ടത്തോട് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കൂടുതൽ മുട്ടത്തോടുണ്ടാകുമ്പോൾ ഇങ്ങനെ എടുത്ത് അത് ഉണക്കി വെച്ചിട്ട് ഇങ്ങനെ പൊടിച്ച് വയ്ക്കുക. എല്ലാ ചെടികൾക്കും ഇത് പൂക്കാനും ഒക്കെ നല്ലതാണ്. പിന്നെ ഇത് ഇത്തിരി കമ്പോസ്റ്റാണ്. ഇത് ചാണകപ്പൊടി അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ കമ്പോസ്റ്റ് ഏതെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അപ്പോൾ ഇനി നമുക്കിത്
എന്താണ് പറയുക, ഒരു അല്പം നമുക്ക് കേടൊക്കെ വരാതിരിക്കാൻ വേണ്ടി നീം കേക്കില്ലേ, അതും കൂടെ വേപ്പിൻ പിണ്ണാക്ക് അതും കൂടെ അല്പം ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ ഈ എന്താ പറയുക, ഒരു പ്രത്യേക ഒരു സീക്രട്ട് വളം എന്ന് പറയുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് എല്ലാ ചെടികൾക്കും ഇട്ട് കൊടുത്താൽ മതി. ഇതിന് മാത്രമല്ല കേട്ടോ, എല്ലാ ചെടികൾക്കും ഉപയോഗിക്കാൻ പറ്റും. ഇത് അടീനിയം, നാടൻ അടീനിയമാണ്. അത് നമുക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാവരും നിങ്ങളുടെ അടീനിയം പൂക്കുന്നില്ലെങ്കിൽ പൂക്കാനായിട്ട് ഈ വളം ചേർത്ത് നോക്കുക. ചേർത്ത് കൊടുത്തിട്ട് തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാവും. 15 ദിവസം കഴിയുമ്പോൾ നന്നായിട്ട് ചെടികളിൽ മൊട്ടുണ്ടാവും. ഇതിൻ്റെ എന്താ പറയുക, അപ്ഡേറ്റഡ് വീഡിയോ എല്ലാ ചെടികളിലും പൂക്കൾ നിറയുമ്പോൾ ഞാൻ നിങ്ങളെ ഒന്നും കൂടെ അത് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത നല്ല വീഡിയോ നമുക്ക് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ.